ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെമ്പായത്തിനടുത്തുള്ള തമ്പുരാൻ പാറയിലാണ്. അപ്പം ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. അപ്പം ബോർഡ് വെച്ചിരിക്കുന്നത് തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻറ്റർ എന്നാണ്. അപ്പം ഇത് തമ്പുരാൻ പാറ എന്നല്ലാതെ തമ്പുരാട്ടി പാറ എന്നൊരു പേരും കൂടെ ഉണ്ട്. കാരണം ഇവിടെ 2 വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടേക്ക് കയറാം. അപ്പം ഇതിലെഴുതിക്കുന്നത് എ യൂണിറ്റ് ഓഫ് DTPC തിരുവനന്തപുരം എന്നാണ്. കേരള ടൂറിസത്തിൻ്റെയാണ്. എന്തായാലും കുറേ പടികൾ കയറാനുണ്ട്. ആവശ്യത്തിന് വെള്ളം കയ്യിൽ കരുതാനായിട്ട് മറക്കണ്ട. വെള്ളം കൊണ്ടുവരാൻ മറക്കരുത്. രണ്ടുപേരിപ്പം 2 കപ്പിൾസ് താഴോട്ട് പോയി. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ വെള്ളമൊക്കെ കയ്യിൽ കരുതണേ, പെട്ടുപോയെന്ന് അവർ മേളിൽ പോയിട്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിലാണ് കേട്ടോ. വന്ന് കയറുമ്പം കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. ആ ഒരു ക്ലൗഡ്സ് ഇല്ലായിരുന്നെങ്കിൽ പൊളി വ്യൂ ആയിരുന്നു സൺസെറ്റിൻ്റെ. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം നമുക്കെന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോവാം. എൻ്റെ പിന്നിൽ കാണുന്നില്ലേ, ആ വഴിയാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ളത്. നമുക്ക് അതുവഴി കയറി മുകളിലേക്ക് പോകാം. എൻ്റെ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇതുവഴിയാണ് നമുക്ക് ടോപ്പിലേക്ക് പോകാനുള്ളത്. അപ്പം ആദ്യം നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലമാണ് തമ്പുരാട്ടി പാറ. അതിൻ്റെ തൊട്ട് മേളിൽ കുറച്ചപ്പുറം മാറി തമ്പുരാൻ പാറ. അപ്പം നമുക്ക് അവിടേക്ക് പോവാം. കയറാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൈവരിയും വെച്ചിട്ടുണ്ട്. എന്നാലും കുട്ടികളെ ഒന്നും അധികം ആ ഒരു സൈഡിൽ കൂടെ നടക്കാനായിട്ട് അനുവദിക്കണ്ട. കാരണം ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് നമുക്ക് ആ ഒരു ടോപ്പിലേക്ക് പോകണം. അവിടെ നിന്ന് പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത് കേട്ടോ. അവിടെ നിന്ന് നമ്മളിപ്പോൾ ആദ്യം വരുന്ന ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് തമ്പുരാട്ടി പാറയാണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല പറയാനായിട്ട്. അത്യാവശ്യം കിതയ്ക്കുന്നുണ്ട്. എന്നാൽ നല്ലൊരു കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട്. ക്ലൗഡ്സ് ചതിച്ചാശാനി ഇല്ലായിരുന്നെങ്കിൽ സൺസെറ്റ് പൊളി വ്യൂ ആയിരുന്നു. ഞാനൊരു സൺസെറ്റ് പ്രതീക്ഷ വന്നത്. നമുക്കെന്തായാലും ആ ഒരു ഗണപതിയുടെയൊക്കെ ഒരു പ്രതിമ കണ്ടില്ലേ, അവിടേക്ക് പോവാം. അതാണ് തമ്പുരാൻ പാറ. കാറ്റെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു പൊളി ഫീലിംഗ്, ഒരു ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ സൺസെറ്റാണ്. സൺറൈസ് നല്ല രീതിക്ക് കിട്ടുമോ എന്നുള്ളതിൽ നമുക്ക് ഡൗട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കുറേ നാളുകൊണ്ട് എങ്ങും പോകുന്നില്ലായിരുന്നു. കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഇന്നാ ഒന്ന് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് എന്നുള്ളൊരു രീതിക്ക് ഇറങ്ങുന്നത്. ട്രിപ്പെന്ന് പറയുന്നത് ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും ഒരു 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് കറക്റ്റ് പറയുവാണെങ്കിൽ വെമ്പായം ജംഗ്ഷനിൽ നിന്നും ഒരു 5 കിലോമീറ്റർ മാത്രം. അത് ഇതുണ്ടോ, ഇതിൽ നിന്ന് വിറയ്ക്കുന്നുണ്ടോ, കാറ്റടിച്ചിട്ടാണ് ഇതിൽ നിന്ന് വിറയ്ക്കുന്നത്. കാണുന്നുണ്ടോ? നമ്മളിപ്പം നിൽക്കുന്നത് തമ്പുരാട്ടി പാറയാണ്. ഇതിൻ്റെ തൊട്ട് മേളിലാണ് തമ്പുരാൻ പാറ. അപ്പം നമുക്ക് അവിടേക്ക് പോകാം. ഒരു ഫാമിലി ഡെസ്റ്റിനേഷൻ എന്നതിലുപരി എനിക്കിത് ഒരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്പേസാണ്. കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ അത്രയും സ്റ്റെപ്സ് കുട്ടികൾ കയറും എന്നുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാവൂ. പക്ഷെ കയറി വന്ന് കുറേ നേരം ഇവിടെ റിലാക്സ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇരുന്ന് കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ മെല്ലെ ഇറങ്ങിയാൽ മതി.
മൊത്തത്തിൽ ഇവിടെ ഏതാണ്ട് ഒരു 50 ലക്ഷത്തിന് പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമ്മൾ കണ്ട സ്റ്റീല് ആ ഒരു റെയിൽ ഉൾപ്പെടെ 58 ലക്ഷം അതിൽ പെടുന്നതാണ് ഇതും. പക്ഷെ ഒരു ഉപയോഗശൂന്യമായി പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. തമ്പുരാൻ പാറയിലേക്ക് കയറാൻ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനൊരു വഴിയാണ്. ഇനി വേറെ വഴിയുണ്ടോ എന്നെനിക്കറിയത്തില്ല. അവിടെ ഒരു ചെറിയൊരു ആയിരവല്ലി അമ്പലമുണ്ട്. നമുക്ക് എന്തായാലും തമ്പുരാൻ പാറയിലോട്ട് കയറാം. ഭാഗ്യമുണ്ടെങ്കിൽ ആ ഒരു ക്ലൗഡ്സൊക്കെ മാറി നമുക്ക് നല്ലൊരു സൺസെറ്റ് കിട്ടും. രാജഭരണകാലത്ത് രാജകുടുംബത്തിലുള്ളവർ ഇവിടെ സന്ദർശിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തമ്പുരാൻ തമ്പുരാട്ടിപ്പാറ എന്ന് ഒരു വിളിപ്പേര് വന്നത്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിൽ തമ്പുരാൻ പാറയിലെത്തി. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് പൊളി കേട്ടോ, ഒരു രക്ഷയുമില്ല. ഒരു ഈവനിങ് ഒക്കെ വന്ന് കാറ്റൊക്കെ കൊണ്ട് ഈ ഒരു സൺസെറ്റൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം. ഇനി ഇരുട്ട് വീണാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം ഒന്നാമത് ഇപ്പം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 14 കിലോമീറ്ററേ ഉള്ളൂ. എങ്കിൽ പോലും ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതും ഒരാളനക്കം പോലും ഇല്ല. അതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം. ഒരനക്കവും ഇല്ലയെന്ന് വെച്ചാൽ ഒരനക്കവും ഇല്ല, ഒരാൾ പോലും ഇല്ല. ഇറങ്ങിപ്പോയപ്പോൾ 4 പേരെ കണ്ടത് തന്നെ, വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു 6 മണിക്കപ്പുറം ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാറിൽ വരുന്നവർക്ക് കുറച്ചും കൂടെ നടക്കേണ്ടി വരും. 2 വീലറിലൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറി വരാം. പില്ലിയൻ വെച്ച് എന്തായാലും കയറി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ സോളോ ആയിട്ട് കയറി വരാം. ഒരുപാട് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, എന്നാലും അത്യാവശ്യം പാർക്ക് ചെയ്യാം. കാറിൽ ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തിരിക്കാനായിട്ട് സ്ഥലമില്ല. കഴിവതും ആ ഒരു ടാറ് തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കാറ് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.